പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മോളി പാട്രിക്, ഇതെൻ്റെ മോൻ കരോൾ പാട്രിക്. ഞങ്ങൾ വരുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. 2022 ജൂൺ 20 ഈ വിശുദ്ധ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചത്. എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ 3 മാസം ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കി ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ച് മുമ്പോട്ട് പോയി. ഞാൻ ഉടമ്പടിയിലായിരുന്ന ഈ സമയത്ത് എൻ്റെ മകൻ മംഗലാപുരം ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. അവിടെ വെച്ച് അവന് അലർജി പോലെ തോന്നിക്കുന്ന ഒരു സിംറ്റംസ് ബോഡിയിലുണ്ടായി. ഹെഡേക്ക് ഉണ്ടാകുക, കണ്ണ് ചുവന്ന് വരിക, അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുള്ളു കൊള്ളുന്ന പോലെ ഒരു തോന്നൽ, ഇച്ചിങ്, അതുപോലെ തന്നെ ബോഡി ഹീറ്റാകുക, ഇങ്ങനെ കുറച്ച് സിംറ്റംസ് കാണിച്ചു. ഇതിങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ അവനോട് നാട്ടിലേക്ക് വരാൻ പറയുകയും ഞങ്ങൾ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ബ്ലഡ് ചെക്ക് ചെയ്ത സമയത്ത് അവൻ്റെ ബ്ലഡിൻ്റെ അകത്തെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഉയർന്നിരിക്കുന്നതായിട്ട് കണ്ടു. നേരത്തെ ഒരു സാധാരണ ഒരു ടെമ്പറേച്ചറൊക്കെ വരുമ്പം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 13.8, 13.6 ആ ലെവലിലൊക്കെ ആയിരുന്നു ഹീമോഗ്ലോബിൻ്റെ ലെവലുണ്ടായിരുന്നത്. എന്നാൽ അന്ന് പരിശോധിച്ച സമയത്ത് 17.2 ആയിട്ട് ഹീമോഗ്ലോബിൻ ഉയർന്നതായി കണ്ടു. അവൻ്റെ സിംറ്റംസും ഈ ഹീമോഗ്ലോബിൻ ഉയർന്നതും കൂടെ കണ്ടപ്പോൾ ഞാനത് ക്രോസ് ചെക്ക് ചെയ്തു. ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് ആ ലെവൽ അതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ 1-2 ഡോക്ടേഴ്സിനോട് ഒപ്പീനിയൻ തേടിയതിന് ശേഷം ഞങ്ങൾ മംഗലാപുരമുള്ള KMC ഹോസ്പിറ്റലിൽ കാണിക്കുകയും ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടി ഡോക്ടർ ഇവിടുന്ന് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇതേപോലെ ഇനിയും ഇതിൻ്റെക്കാൾ കൂടുതലോ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ചെയ്യുന്നെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒരു ഹെമറ്റോളജിസ്റ്റിനെ കാണണം, ബ്ലഡ് വേണമെങ്കിൽ അധികം വരുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. പിന്നെ മാത്രമല്ല ഇന്ന് തന്നെ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടെസ്റ്റുകൾ നടത്താനുണ്ട് എന്ന് പറഞ്ഞ ആ ടെസ്റ്റുകളെല്ലാം ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ നടത്തി. ECG, എക്കോ, അൾട്രാസൗണ്ട് എന്ന് വേണ്ട എല്ലാ പരിശോധനകളും നടത്തി. ഈ പരിശോധന നടത്താൻ പോയപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു. എൻ്റെ അമ്മയുടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്ത് ഞാനും ഹസ്ബൻഡും വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു, പക്ഷേ ഹീമോഗ്ലോബിൻ മാത്രം അങ്ങനെ ഉയർന്നു നിന്നു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നെക്സ്റ്റ് മന്ത് വരണം, പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ OPDയിലിരുന്ന് ആ സമയത്ത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, എൻ്റെ അമ്മേ, ഞാൻ ഉടമ്പടിയിലാണ്, അമ്മയുടെ അടുക്കൽ ഞാൻ ഉടമ്പടി എടുത്തതാണ്. എൻ്റെ മോൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ അമ്മ ഈ നിമിഷം തന്നെ ഇടപെടണം, ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറയ്ക്കണം, അബ്നോർമൽ അവസ്ഥയിലേക്ക് പോകാതെ നോർമൽ സ്റ്റേജിൽ തന്നെ നിർത്തണം, ഒരു ബ്ലഡ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥയോ ഹെമറ്റോളജിസ്റ്റിനെ കാണേണ്ട ഒരു അവസ്ഥയോ വരുത്തരുതേ. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർച്ച നേർന്നു. ഞങ്ങൾ നെക്സ്റ്റ് മന്ത് വീണ്ടും ഇവൻ്റെ പരിശോധന നടത്തി. പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ഉടമ്പടി കാശുരൂപം ഇവൻ്റെ കയ്യിൽ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ ഇടപെട്ടു. അവൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ 17.2 നിന്ന് 14.6 ആയിട്ട് അമ്മ കുറച്ച് തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഉയർന്നിട്ടില്ല, നോർമൽ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. പരിശുദ്ധ അമ്മ തൊട്ട് സൗഖ്യം നൽകി. മാത്രമല്ല അവൻ്റെ ബോഡിയിലെ കംപ്ലീറ്റ് സിംറ്റംസും അമ്മ എടുത്തു മാറ്റി. അതിനുശേഷം ഇന്നോളം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതിനുശേഷം അവൻ്റെ ആ ജോലിയിൽ നിന്ന് അവനെ ഇറങ്ങി. ജോലിയില്ലാതെ ഒരു 1 മന്തോളം വീട്ടിലിരുന്നു. വീട്ടിലിരുന്ന സമയത്ത് അവന് ജോലിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം, മനപ്രയാസം ഉണ്ടായി. ഞങ്ങൾ കുടുംബസമേതം, ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഇരുന്ന് കുടുംബസമേതം ഞങ്ങൾ കൊന്ത ചൊല്ലി വളരെ തീക്ഷ്ണമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധമ്മ ഇടപെട്ടു. ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ ബാംഗ്ലൂർ ഒരു അമേരിക്കൻ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണക്റ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവൻ ലെക്ചറായിട്ട് ജോലി കൊടുക്കുകയും ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രൊമോഷനോടുകൂടി അമ്മ അവനെ ഉയർത്തുകയും ചെയ്തു. ആ കണക്റ്റഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മീഡിയ മാനേജറായിട്ട് ഉയർത്തി. സ്റ്റിൽ ഇപ്പോഴും അവൻ ആ ജോലിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാനൊരു നിയോഗം ഇവന് വേണ്ടി എഴുതിയിട്ടിരുന്നു. ഈശോ ഏത് മേഖലയിലാണോ ഇവൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മേഖലയിലേക്ക് പരിശുദ്ധ ദൈവമാതാവേ നീ ഇവനെ കൂട്ടിക്കൊണ്ട് വരണേ, അമ്മ ഇടപെടണമേ, കൃപാസനം മാതാവെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ എഴുതിയിട്ടിരുന്നു, ഒരു നിയോഗം വെച്ചിരുന്നു. ഈ 2025 ജനുവരിയിൽ ഫസ്റ്റ് വീക്കിൽ ഇവൻ്റെ ജോലി അമ്മ വർക്ക് ഫ്രം ഹോമിലേക്ക് ആക്കുകയും നാട്ടിലേക്ക് വരികയും ചെയ്തു. ഇവൻ നാട്ടിലേക്ക് വന്ന സമയത്ത് ഇവൻ പഠിച്ച മംഗലാപുരം സെൻറ്റ് അലോഷ്യസ് കോളേജിൽ വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും അവൻ അവിടെ അന്വേഷിക്കാൻ പോവുകയും ചെയ്തു. ഈ സമയത്ത്
HOD കണ്ട് സംസാരിച്ചപ്പോൾ അപ്പോഴാണ് പറയുന്നത് ഈ കോളേജ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കി എന്നുള്ള കാര്യവും അവിടെ PhD സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും. ഇവൻ പഠിച്ച സമയത്ത് ഇത് ഓട്ടോണമസ് കോളേജായിരുന്നു. മാതാവ് ആ സമയത്ത് അമ്മ അതിലേക്ക് അവനെ വഴി നടത്തുകയായിരുന്നു. അവൻ അവിടുന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ, PhDക്ക് അപ്ലൈ ചെയ്യണോ? ഇതിനു മുമ്പ് PhDക്ക് അപ്ലൈ ചെയ്യുന്നോ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവൻ ഒട്ടും അതിനെ ആഗ്രഹിക്കാത്തൊരു മകനായിരുന്നു. PhDക്ക് പോവുകയില്ല എന്ന് ശാഠ്യത്തോടെ തന്നെ പറഞ്ഞൊരു മകനായിരുന്നു. അതിനുശേഷം ഇവൻ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ നെഞ്ചിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപമുണ്ട്, കാശുരൂപത്തെ പിടിച്ച് അമ്മയോട് നീ ചോദിക്കുക, അമ്മ എന്താണോ തോന്നിപ്പിക്കുന്നത് അതിനനുസരിച്ച് നീ ചെയ്യ്, ഞാനൊരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കൊന്ത ചൊല്ലി പരിശുദ്ധമ്മയുടെ ഞാനൊരു കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ PhDക്ക് അപ്ലൈ ചെയ്തു. അവൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ എൻട്രൻസിൻ്റെ പേപ്പർ വന്നു. എൻട്രൻസിൻ്റെ പേപ്പർ വന്ന് ഇവൻ എൻട്രൻസ് എഴുതാൻ വേണ്ടി പോയി. എൻട്രൻസ് പരീക്ഷ 3 മണിക്കൂറോളമായിരുന്നു. എക്സാം എഴുതി തിരിച്ചു വന്നു. ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ റിസൾട്ടും വന്നു. ഇവന് PhDയിൽ ഫിസിക്സിനാണ് എക്സാം എഴുതിയത്. അതിൽ എഴുതിയ കുട്ടികളിൽ 2nd റാങ്കോടെ അമ്മ പാസ്സാകാൻ, എൻട്രൻസ് എക്സാം പാസ്സാകാൻ അമ്മ അനുവദിച്ചു. പരിശുദ്ധ അമ്മയാണ് അവലേക്ക് അവനെ കൈപിടിച്ചു കൊണ്ടുവന്നതും അവനെ കരുതിയതും എല്ലാം. അമ്മയുടെ കൃപ, ഈശോയുടെ കാരുണ്യം അത് മാത്രമാണെന്ന് അവനും ഞങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് 8 മാസമായി അവൻ റിസർച്ചിൽ തുടരുകയാണ്. ഇതുവരെ അവന് മാതാവ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കരുതലിനും എൻ്റെ കുടുംബസമേതം ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. അവൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഇത് കിട്ടിയെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്, അവനും ബോധ്യമുണ്ട്. നേർച്ച വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നേർച്ച വസ്തു ഉപയോഗിച്ച് തന്നെയാണ് അവൻ്റെ കരങ്ങളിൽ, അവൻ ദൂരെയാണ് ഇരിക്കുന്നെങ്കിലും അവൻ്റെ അടുക്കൽ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ വിശുദ്ധ ഉപ്പും വിശുദ്ധ തേനും കരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അവനും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഉടമ്പടിയോട് ചേർന്നാണ് എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞും എൻ്റെ ഉടമ്പടിയോട് ചേർന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരും എൻ്റെ കൂടെ തന്നെയാണുള്ളത്. അടുത്ത എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് 2022 ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് 6 വർഷം മുന്നേ ഇയർലി ഒരു മിനിമം 3 പ്രാവശ്യമെങ്കിലുമായിട്ട് എനിക്ക് ബാലൻസ് പ്രോബ്ലം ഉണ്ടാകുമായിരുന്നു. ഇയർ ബാലൻസ് പ്രോബ്ലം വന്നിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച്. വളരെ സിവിയറായിട്ട് വരുമായിരുന്നു. എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയാല, എൻ്റെ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയാല. ഞാൻ ഒത്തിരിയേറെ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊട്ടാഷ്യം താഴും. ചില സമയങ്ങളിൽ ആംബുലൻസിന് വരെയും കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത്രയ്ക്കും അവസ്ഥയിലേക്ക്, വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകുമായിരുന്നു. ഒരു 3 ആഴ്ചയോളം പിടിക്കാൻ എൻ്റെ തലയൊന്നും നേരെയാകാൻ, ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയാലായിരുന്നു. ഈ അവസ്ഥയിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 പക്ഷേ ഞാൻ ഈ വിശുദ്ധ മണ്ണിൽ ചവിട്ടിയ സമയത്ത് തന്നെ പരിശുദ്ധ ദൈവമാതാവ്, എൻ്റെ കാര്യം ഞാനിത് നിയോഗത്തിൽ വെച്ചിട്ടില്ല, പക്ഷേ അമ്മ എന്നെ ഓർത്തു. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഇയർ ബാലൻസ് പ്രോബ്ലം ഇതിലൂടെ പോയെന്ന് എനിക്കറിയില്ല. അമ്മ ഇത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തി തന്നു. ഞാൻ പല ENT ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ആർക്കും അത് പരിഹരിച്ചു തരാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പറയും വെർട്ടിഗോയാണ്, വെർട്ടിൻ ടാബ്ലറ്റ് കഴിക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച കഴിക്കും, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. വീണ്ടും ഇത് ആവർത്തിക്കും. എനിക്ക് മനസ്സിന് ഭയങ്കരമായ പേടിയായിരുന്നു. ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കാനും അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് സ്റ്റാഫില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാൻ തന്നെ എനിക്ക് പേടി. ഏത് സമയത്താണ് ഈ തലകറക്കം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റിയല്ല. അത്രയും മനസ്സ് എൻ്റെ വളരെ തളർന്നു പോകുന്നൊരവസ്ഥയായിരുന്നത്. അതിൽ നിന്ന് പരിശുദ്ധ അമ്മ എനിക്ക് പരിപൂർണമായ വിടുതലാണ് അമ്മ എനിക്ക് നൽകിയത്. അതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഈ നിമിഷം ഞാൻ ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു. ഈ ജനുവരി ഒരു നൈറ്റിലും മാർച്ച് മാസം ഒരു ഡേയിലുമായിട്ട് എനിക്ക് നേരിയ തോതിൽ ബാലൻസ് പ്രോബ്ലം വന്നു. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല, നന്ദി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധമ്മ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നു. എന്താണേലും ഇതുവരെയും എനിക്ക് സെവിയറായിട്ടുള്ള ബാലൻസ് പ്രോബ്ലം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. പരിശുദ്ധമ്മ പൂർണ്ണമായിട്ട് ഇത് എടുത്തു മാറ്റിയെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിന് അമ്മയോട് ഈശോയോട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം വളരെ ചിട്ടയോടെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം. മാത്രമല്ല, നേരത്തെയൊക്കെ ഞാനൊരു 2 കൊന്ത രാവിലെയും വൈകുന്നേരം 2 കൊന്ത ചെല്ലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് കൊന്ത എത്ര കൊന്ത അർപ്പിച്ചാലും എത്ര കൊന്ത ചെല്ലിയാലും എനിക്ക് മടുപ്പ് വരികയില്ല.
പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്, കിഡ്നി രോഗികൾക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരിയേറെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ എനിക്ക് എൻ്റെ അമ്മ പരിശുദ്ധാത്മാവിൽ നിന്നൊരു കൃപ എനിക്ക് അമ്മ നേടിത്തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടുന്ന് വരുന്ന പത്രങ്ങൾ, കൃപാസനം പത്രത്തിൽ വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ ഇത് എത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ കൃപാസനം പത്രം ഞാൻ കൊടുക്കുന്നു. അധികം കൃപാസനം പത്രം, ഒരു 80% കൃപാസനം പത്രവും ഞാൻ കൊടുത്തിരിക്കുന്നത് നോൺ ക്രിസ്ത്യൻസിനാണ്. അത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ, എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ അനുഭവസാക്ഷ്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ് പങ്കുവെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അകത്ത് ചൊവ്വാഴ്ച ദിവസത്തെ അച്ഛൻ്റെ ടോക്ക്, ആരാധന, വളരെ ഭക്തിപൂർവ്വം ഒറ്റ ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുക്കാനും, അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യാനും, അല്ലാത്ത സാക്ഷ്യങ്ങളെല്ലാം തന്നെ കൂടാനും അത് ഷെയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ്, അതും ഒരിക്കലും മുടങ്ങാറില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്ന ഡിസേബിൾ ആയിട്ടുള്ള പിള്ളേരുടെ അടുക്കൽ, എൻ്റെ പ്രൊഫഷനും അനുസരിച്ച് ഡിസേബിൾ ആയിട്ടുള്ള പിള്ളേരുടെ അടുക്കൽ പോവുകയും അവർക്ക് എന്നാൽ കഴിവുള്ള വിധത്തിൽ ഏത് ടെസ്റ്റുകളാണോ ചെയ്തു കൊടുക്കാൻ പറ്റുക അത് ചെയ്തു കൊടുക്കുകയും, അതുപോലെ തന്നെ ക്യാൻസർ രോഗികളെ കാണാൻ പോവുകയും ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും, ഞങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ഫൈനാൻഷ്യലായിട്ടും ഫുഡായിട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങളായിട്ടും ഞങ്ങളെ കഴിവുള്ള വിധത്തിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തു പോരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തു എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളതിനെ ഒക്കെ മാറ്റി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈശോ നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ ഉടമ്പടിയായിട്ട് കരുതുന്നു. നിത്യത വരെയും എൻ്റെ ഈശോയോടും മാതാവിനോടും ചേർന്ന് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും. എൻ്റെ ഇന്നത്തെ ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് അമ്മയ്ക്ക് ഞാനൊരു ഗിഫ്റ്റായിട്ട് ഇത് ഞാൻ സമർപ്പിക്കുന്നു. ഇന്നോളം നൽകിയ, ഇനിയും നൽകാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എൻ്റെ ഈശോയോടും മാതാവിനോടും ഞാൻ 1000 നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാം തിരുവചനം. നിങ്ങളിവിടെ എത്തുന്നത് വരെ കടന്നുപോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിക്കുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. ഓരോ സാക്ഷ്യങ്ങളും നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം നമ്മെ വഴി നടത്തുന്ന ഒരു വലിയ ജീവിത രീതിയെക്കുറിച്ചാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി പറയേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യത്തെക്കുറിച്ച് ഈ സഹോദരിക്ക് മനസ്സിലായതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായി മകൾ ഏറ്റുപറയുന്നത്. ഞാൻ നന്ദി പറയാൻ വൈകിയതുകൊണ്ട് എനിക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി ജീവിതം എനിക്ക് സാധ്യമായി എന്ന് പറയുന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിരുന്ന ഒരു അസുഖത്തിൽ നിന്ന് ഒരു ഇയർ ഇംബാലൻസ് വീണ്ടും അപ്പോഴിപ്പോഴുമൊക്കെ എന്നെ ഓർമ്മിപ്പിക്കലിൻ്റെ ഒരു കരുതലായി പരിശുദ്ധ അമ്മ എനിക്ക് സാമീപ്യം നൽകി സൗഖ്യത്തെ ഓർമ്മിപ്പിച്ച് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയേണ്ടതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയ ഒരു സാക്ഷ്യമാണിത്. ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി വിട്ടപ്പോൾ ഒരു സമറായൻ മാത്രമാണ് ഈശോയ്ക്ക് നന്ദി പറയാനായി തിരിച്ചു വന്നത്. നാം അവരിലൊരു വ്യക്തിയാണോ, ആ 9 പേരിൽ ഒരാളാണോ എന്നുള്ളതാണ് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഏറ്റുപറയേണ്ട, ചിന്തിക്കേണ്ട, വിചിന്തനത്തിനുള്ള ഒരു വലിയ ആസ്പെക്റ്റ്. മകൻ്റെ ഒരു വലിയ നിയോഗമായിട്ടാണ് മോളി എന്ന സഹോദരി ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. മകൻ ഒരു IT കമ്പനി എംപ്ലോയി ആയിരുന്നു. ഇന്ന് മകൻ ഉയർന്നു നിൽക്കുന്നത് ഒരു നല്ല ജോലിയും അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മകനും അതുപോലെ തന്നെ ഒരു PhD റിസർച്ചറുമായിട്ടാണ്. അത്രമാത്രം പരിശുദ്ധ അമ്മ ഈ മകനെ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവരെ ഉയർത്തുന്ന ഒരു വലിയ സാക്ഷ്യമായി നിൽക്കുന്നു. നാം എപ്പോഴും നന്ദിയുടെ ഒരു ജീവിതം മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റെപ്പും പരിശുദ്ധ അമ്മ തന്നെയാണ് ഈശോയിലേക്ക് നമ്മെ നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നാം ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ അടിക്കടിയുള്ള ആ ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുമെല്ലാം നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയുടെ ഒരു പരിപാടി കൂടിയാണിത്. ഓരോ മക്കളും ഏറ്റുപറയുമ്പോൾ ഞാൻ എങ്ങോട്ട് തിരിയണം, എൻ്റെ അടുത്ത നിമിഷം എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം വളരെ കൃത്യമായി പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കരുതലോടെ പരിശുദ്ധ അമ്മയോട് കൂട്ടിച്ചേർത്ത് നിർത്തുന്ന
ഈ പരിപാടിയോട്, ഈ പദ്ധതിയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഈ സഹോദരി പറയുകയുണ്ടായി, എനിക്കിനി നിത്യതയോളം ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കും. ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും നമുക്ക് എന്തുമാത്രം നാം ഈശോയോട് അടുത്തു എന്ന് നാം വിചിന്തനം ചെയ്യുകയാണ്. നമ്മളെ തന്നെ വിശ്വസ്തതയെ നാം മാറ്റുരച്ച് നോക്കുകയാണ്. ഓരോ തവണയും ജപമാല ജപിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയെ എന്തുമാത്രം സ്നേഹിക്കുന്നു, ഞാൻ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് ഓരോ മണികളും ഞാൻ ഉരുവിടുന്നത് എന്നൊക്കെ ഈ മകൾ ഇന്ന് ഇവിടെ ഏറ്റു പറയുന്നുണ്ട്. ഓരോ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും എൻ്റെ കാരുണ്യപ്രവൃത്തികൾ ഞാൻ അർഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴുണ്ടാകുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനുമുണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസം, ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം എത്രമാത്രം ഉയർന്നു നിൽക്കുന്നുവെന്നൊക്കെ ഈ മകളിവിടെ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ സാക്ഷ്യം പറയാൻ തയ്യാറാണോ? എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ ഓരോ കണ്ണീരും ഈശോ കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട്. അതെല്ലാം ഞാനൊരു സന്തോഷത്തോടെ മോശയെ പോലെ പാടി തിമർക്കുവാൻ, ദാവീദിനെ പോലെ നൃത്തം വയ്ക്കാൻ എനിക്കുള്ള ഒരു സാഹചര്യത്തിനുള്ള വഴിയൊരുക്കുന്നതാണ് നമുക്ക് ഓർമ്മിക്കുകയും നമ്മുടെ സാക്ഷ്യത്തിനായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാനായി നാം നമ്മുടെ മനസ്സിനെ തന്നെ ഒരുക്കാം. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും, നമ്മുടെ മക്കളെയും, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവരെയും വഴിവിട്ട ജീവിതങ്ങളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.